ഹായ് ഫ്രണ്ട്സ്, വ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്നേ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഇറച്ചിച്ചോറ് നോക്കിയാലോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണതെന്ന്. അപ്പോൾ അതിനായിട്ട് ബീഫൊക്കെ കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാലയും ഉപ്പും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ ആകാൻ പാകത്തിന് കൈകൊണ്ട് മിക്സ് ചെയ്ത് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഒരു 6 വിസിൽ വരുത്തിയാണ് ഞാൻ ബീഫ് വേവിച്ചെടുത്തിരുന്നത്. ഇനി നമുക്ക് ചോറൊക്കെ റെഡിയാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കറുവപ്പട്ട, ഗ്രാമ്പൂ അങ്ങനെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സബോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത്രയും ചതച്ചതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ചേർത്തത് കറിവേപ്പില, മല്ലിയില അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു തക്കാളി കട്ട് ചെയ്തതും ചേർത്ത് തക്കാളി ഉടഞ്ഞ് കിട്ടണ വരെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ. പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചേക്കണം ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ വയ്ക്കണ ചോറാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കണത്. ചോറ് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരുന്നതാണ്. ചോറും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ആ ഇറച്ചിയും മസാലയും എല്ലാം ചോറിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ പാകത്തിന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ചോറൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.